അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. മുട്ടക്കറി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 മീഡിയം സൈസ് സവാള കനം കുറച്ചരിഞ്ഞത്, 1 ഉരുളക്കിഴങ്ങ് ചെറിയ പീസായി കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് അരിഞ്ഞത്, 1 മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തത്, മുട്ട പുഴുങ്ങിയത്, തേങ്ങയുടെ 1/4 പാൽ 1/4 കപ്പ്, 2/2 പാൽ 1 കപ്പ്. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുമൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. നാടൻ കറികൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ വേറെ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സവോള വേഗത്തിൽ വഴണ്ട് വരാൻ വേണ്ടി 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. സവാളയുടെയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒക്കെ നന്നായി വഴണ്ടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം നമുക്ക് ലാഭിച്ചെടുക്കാം. കാരണം വേഗം തന്നെ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും. ഇനി സവാള നന്നായി ബ്രൗൺ കളറായി കഴിഞ്ഞാൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. കുറച്ച് 3/4 പാൽ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, പൊടികൾ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 3/4 പാൽ ഇല്ലെങ്കിൽ ചൂടുവെള്ളമായാലും മതി. ഇനി പാത്രം അടച്ചു വെച്ച് തക്കാളി നന്നായി വെന്ത് വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക. തക്കാളി നന്നായി വെന്ത് വന്നാൽ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കണം. ഉരുളക്കിഴങ്ങിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ മസാലയൊക്കെ ഉരുളക്കിഴങ്ങിൽ പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് തേങ്ങയുടെ 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കണം. കറി നന്നായി തിളച്ചതിന് ശേഷം പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട 2ആയി കട്ട് ചെയ്ത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പും എരിവും ഒക്കെ നോക്കേണ്ടതാണ്. ഈ ഉപ്പും എരിവൊക്കെ ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായി തേങ്ങയുടെ 1/4 പാൽ ഒഴിച്ചു കൊടുക്കണം. 1/4 പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ കറി കൂടുതൽ തിളപ്പിക്കരുത്. കൂടുതൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ കറി പിരിഞ്ഞു പോകും. അതുപോലെ തന്നെ തേങ്ങ എടുക്കുമ്പോൾ തണുത്ത തേങ്ങ എടുക്കാൻ പാടില്ല. കുറച്ച് നേരം റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന തേങ്ങയായിരിക്കണം എടുക്കേണ്ടത്. കറി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ മുട്ടക്കറി റെഡിയായി വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായി ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണിത്. ഇനി അപ്പവും ഇടിയപ്പവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ മുട്ടക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.